ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കമ്പനിയുടെ ബർത്ത്ഡേയുടെ വൈകുന്നേരത്തുള്ള വീഡിയോ ആണ്. നമ്മൾ ഗാന്ധി ഭവനിൽ പോയിട്ട് വന്നിട്ട് ചെറിയൊരു കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് വേറെ ഒന്നുമല്ല, മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലായിട്ട് എൻ്റെ ചിക്കന് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. ഞാൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇവിടെ കുക്കറിനകത്ത് മുട്ട മയോണൈസിന് വേണ്ടി സെറ്റാകുന്നു. ചിക്കൻ അങ്ങനെ അരപ്പൊക്കെ പുരട്ടി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഗസ്റ്റുകളായിട്ടുള്ള കരുനാപ്പള്ളിയിൽ നിന്ന് മാമനും മാമിയും മീനും, അതുപോലെ തന്നെ മാമിയുടെ ബ്രദറിൻ്റെ മോളാണ് അത്, പൊന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ പലതവണ അവളെ കാണിച്ചിട്ടുണ്ട്. അവളും വന്നിട്ടുണ്ട് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പം. ഇവർ വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഡിഷൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോലും ടൈം കിട്ടിയോളൂ. അങ്ങനെ നമ്മളിതേൻ്റെ ചിക്കൻ്റെ അത് ഓരോ പരിപാടിയൊക്കെ അടുക്കളയിൽ നടക്കുന്ന വഴിക്ക് അവിടെ വേറെ സൈഡ് ബിസിനസ് നടത്തുന്നു. ഞാനത് കൂടുതൽ വീഡിയോ എടുക്കാൻ പോയി. പപ്പാടെ വൈകുന്ന ചീത്ത എനിക്ക് കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതിനുശേഷം നമ്മുടെ അപ്പുക്കുട്ടന്മാരും ടീംസും എത്തിയിട്ടുണ്ട്. അവളുടെ കുഞ്ഞമ്മമാരാണ്. കണ്ണനി അങ്ങനെ വീഗൻ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്ന് ഇന്ന് കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നത് കാണും കേട്ടോ. ഇന്നത്തോടെ ഈ പരിപാടി തീർന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കിയത് നിങ്ങൾ കണ്ടില്ലേ. അതോടൊപ്പം ആ കേക്ക് കെട്ടിയുന്ന സമയത്തുള്ള സന്തോഷം കണ്ടില്ലേ ആൾക്ക്. അവൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇത്രയും നല്ല കണ്ണൊക്കെ തെള്ളി ബൾബ് കത്തുന്ന കണക്ക് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി രാവിലെ തൊട്ട് ഈ പെങ്കൊച്ച് കേക്ക് മാത്രം അതൊന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചൻ കേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു, നൈസായിട്ട് കേക്ക് അവിടെ നിന്ന് പൊക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്ക് അവൾക്ക് കാര്യം പിടികിട്ടി. കാരണം രാവിലെ ഇങ്ങനെ തന്നെയായിരുന്നു അവൾ കേക്ക് കെട്ടി വെച്ച് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും ഗാന്ധി ഭവനിലുള്ളവരെടുത്തിട്ട് മാറ്റിയെന്നും പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തേണ്ടി ഇവിടെയും വന്നപ്പോൾ ഇങ്ങനെ തന്നെ. പക്ഷേ രാവിലെ തൊട്ട് കുഞ്ഞ് കേക്കല്ലേ തിന്നുന്നത്, അതുകൊണ്ട് നമുക്കൊരു പേടിയായിരുന്നു. അങ്ങനെ അതേ അയിത്തണ്ണൻ അതെടുത്ത് മാറ്റിയതിനവിടെ ഭയങ്കര കരച്ചിലായി. എന്തായാലും കരച്ചിലും കൂവലും ഒക്കെ ആയിട്ട് വീണ്ടും നമ്മളവിടെ വെച്ച് കൊടുത്തു. കുറച്ചും കൂടെ നേരം ഇതായിക്കോട്ടെ എന്ന് കരുതി. കാരണം ഇനി എന്തായാലും ഇന്നൊരു ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ, ഇനി ഇപ്പോഴെങ്കിലും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മളിത് വീണ്ടും ഞാൻ കട്ട് ചെയ്ത് ഓരോ പീസസായിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ രജിമാമനാണെങ്കിൽ വീണ്ടും വന്നിരുന്ന് അവളെ കൊണ്ട് കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എന്തായാലും പിന്നെ കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഡൈനിങ് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് പ്ലേറ്റ്സിലാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പം നീ മാമ വീണ്ടും കൊണ്ടുവന്ന് കൊച്ചിൻ്റെ മുഖത്ത് തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ തേണ്ട ഗിഫ്റ്റിങ് ഒക്കെ കൊടുക്കുന്ന സമയം ഇത് കുഞ്ഞമ്മമാരുടെ ഗിഫ്റ്റാണ്. അത് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കവറിലൊക്കെ എന്തോ കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക്. രജിമാമനാണ് ഇതിൻ്റെ എല്ലാം ഓൾറൗണ്ടർ. അവർ രണ്ടുപേരും കൊണ്ടുവന്ന ഗിഫ്റ്റാണിത്. രജിമാമൻ എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് തേണ്ട പൊന്നു വേറൊരു ഗിഫ്റ്റ് ആനക്കുട്ടീനെ കൊണ്ടുവന്നു. അവൾ ഗിഫ്റ്റില്ലാണ്ട് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ വന്നതാണ്. അങ്ങനെ അതെല്ലാം കണ്ട് കമ്മൂസിന് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ടൈമാണ്. എൻ്റെ കുഞ്ഞമ്മയുടെയും കൊച്ചച്ചിൻ്റെയും വക അവളുടെ മനസ്സെറിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുത്തത് ഇവരാണ്. മറ്റൊന്നും കൊണ്ടല്ല. ഇവൾക്കിപ്പോൾ ഉള്ളൊരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരുക്കലാണ് പരിപാടി. പ്രത്യേകിച്ച് കരിയോ കാജലോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ പൗഡറോ എന്തെങ്കിലും കിട്ടിയാൽ മതി. ആൾക്കിപ്പോൾ ഒരു പേനയോ സ്കെച്ചോ കിട്ടിയാലും നമ്മുടെ കണ്ണിലും പിരികത്തും ഒക്കെ കൊണ്ടുവന്ന് വരപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മേക്കപ്പ് ബോക്സാണ് ഡമ്മിയുടെ, അതുകൊണ്ട് കൊടുത്തു. ഇതേ കുഞ്ഞമ്മമാരുടെ ഗിഫ്റ്റാണ്. ചെരുപ്പും ബോയും പിന്നെ വളയും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചെരുപ്പ് കമ്മണി ഈ സാധനം പിന്നെ താഴെ വെച്ചിട്ടില്ല. രാത്രി ഉറങ്ങാൻ നേരത്താണ് ഞങ്ങൾ ഊരി മാറ്റുന്നത്. അമ്മാതിരി സന്തോഷമായി ആശാന്. അയ്യോ, തത്തമ്മയൊക്കെ കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് തത്തമ്മയൊക്കെ രജിയാമനൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റിനകത്ത് ഉണ്ടായിരുന്നതാണ്. അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം തന്നെ അത് കാലയിൽ ഇടണമെന്നും പറഞ്ഞ് എന്തേണ്ട കണ്ട ഇട്ടിട്ട് അവിടെ ഇട്ട് പ്രഹസനം കാണിക്കുന്ന എന്തൊക്കെയാണോ എന്താ. ഞങ്ങളിത് പൊളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആശാൻ അത് തരാത്തത് കാരണം നമ്മളിപ്പോൾ മാറ്റി വെക്കേണ്ട നിവർത്തികേടായിപ്പോയി. അതങ്ങനെയാണല്ലോ, കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അതിപ്പോൾ ഡ്രസ്സാണെങ്കിലും എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ അതേണ്ട ഇതാണ് രജിയാനൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ്. ബിൽഡിംഗ് ബ്ലോക്സ് ഇതൊന്നും ഇപ്പോഴേ കളിപ്പിക്കാൻ
അവൾക്ക് കളിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. ഞാനത് പൊട്ടിച്ച് കൊടുത്തില്ല ആക്ച്വലി. അന്നേരം തന്നെ ഞാനതങ്ങ് മാറ്റി വെച്ചു. ആശാൻ ഇത് കണ്ടപ്പോൾ പിന്നെ ഇതിൻ്റെ പുറയിലായി. ഇതിനകത്തുള്ള എന്താണെന്ന് അറിയാനുള്ള ത്വര കൊണ്ട് കൊച്ചൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതേ ഒരു കയ്യിലിരിക്കുന്ന വാട്ടർ ബോട്ടിലല്ലല്ലോ, പാലുകുപ്പി കണ്ടില്ലേ, അത് കൊച്ചൻ കഴിഞ്ഞ ദിവസം മേടിച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. ഒരു പാവയും അതൊക്കെ ആയിട്ട് ഇങ്ങനെ അവളുടെ മനസ്സറിഞ്ഞ് ഓരോന്ന് മേടിച്ചു കൊടുക്കുകയാണ് ഈ ചെറുക്കൻ്റെ പരിപാടി. ഇത് കണ്ടില്ലേ, ഇതേണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഹെയർ ഡ്രയറും നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും ചീപ്പും അങ്ങനെ എന്തൊക്കെയാണോ അതിൽ ഒരു പെൺകൊച്ചിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. 2 ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് രണ്ടും ഓരോ കയ്യിലൊക്കെ ആക്കി. 2 ക്ലിപ്പ് ഉണ്ടായിരുന്നു, 2 മോതിരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വാരി വലിച്ച് ഇതെല്ലാം ഇടുന്നുണ്ട് ആശാട്ടി. അങ്ങനെ അതെല്ലാം വലിച്ച് അരിയെടുക്കുന്നതിൻ്റെ ആ ഒരു ത്വരയിലും സന്തോഷത്തിലും നിൽക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. എന്തായാലും ലിപ്സ്റ്റിക്കൊക്കെ കണ്ടപ്പോൾ ആശാൻ ഒത്തിരി സന്തോഷമായി. കാരണം എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ കാണുമ്പോൾ എടുത്ത് തുറന്നു കൊടുക്കാൻ പറയും. പക്ഷെ ഞാൻ കൊടുക്കില്ല. ഒഴിഞ്ഞ കൂടി കൊടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും അതെന്നെ പറ്റിക്കാനാണെന്ന്. അങ്ങനെ കുറച്ച് പേര് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നമ്മുടെ മന്തിയും നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്തതാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു, തിരക്കേടില്ലാണ്ട് പോയി. കുറച്ച് എന്തോ ഒരു വെള്ളം കൂടിയെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് അഖിലേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അഖിലേട്ടൻ പാത്രം കഴുകുന്ന വീഡിയോ എടുക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അഖിലേട്ടൻ്റെ വീഡിയോ എടുത്തതിന് ഞങ്ങളെ വഴക്ക് പറയും. അപ്പോൾ രജിമോൻ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് പറയൂ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എണ്ണ നിറച്ച് വെച്ചിരുന്ന കുപ്പി എടുത്ത് കൈയൊക്കെ കഴുകി കാണിക്കുന്നു. എൻ്റെ ദൈവമേ, എല്ലാം ഫിറ്റായിരുന്നു. അതിൻ്റെ പ്രഹസനങ്ങളാണ് ഈ കാണുന്നത്. വീഡിയോ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്ന എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ യാത്ര പറയാൻ വന്നപ്പം അവരുടെ കൂടെ പോകാൻ റെഡി ആയിട്ടുണ്ട് കമ്മൂസ്. മാമി ഒരു തരത്തിൽ അവൾ വിടുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും വരാൻ ഭയങ്കര മടിയാണ്. അത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മൾ കാന്താര കാണാൻ പോയപ്പോഴാണെങ്കിൽ പോലും അവൾ അവിടെ നിന്ന് വരാൻ വലിയ പാടായിരുന്നു. അവൾക്ക് ഞങ്ങളെ വേണ്ടായിരുന്നു. തത്തമ്മയെ കാണണമെന്നും പറഞ്ഞിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. മാത്രമല്ല അവൾ മീനുവിൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ മീനുവിനെയും വിട്ടിട്ട് വരാൻ വലിയ വിഷമമാണ്. മാമി ആദ്യം വലിയ ഒരു തമാശയ്ക്ക് വിളിച്ചാണ്, ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൾ അവരുടെ കൂടെ ചാടിയിരിക്കുകയാണ്. എന്നെയും വേണ്ട, അഖിലേട്ടനെയും വേണ്ട, ആരെയും വേണ്ട, ഞങ്ങളെന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അവരുടെ കൂടെ പോകാൻ വേണ്ടി. ഞാനവിടെ പാത്രമൊക്കെ കഴുകുന്നു. ഞാനല്ല കഴുകുന്നത്, ഞാൻ പാത്രം കഴുകുന്നത് വാങ്ങി വെക്കുന്നു മാത്രമേ ഉള്ളൂ. പാവം എൻ്റെ ചെറുക്കനാണ് കേട്ടോ എല്ലാം ചെയ്തു തന്നത്. എന്നിട്ട് എല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവസാനം സെറ്റാക്കി അവിടെ ലാസ്റ്റ് കടക്കാൻ വേണ്ടിയിട്ട് പപ്പാട് മണ്ടൊക്കെയാണ് ഗുസ്തി. ഇതിവിടെ സ്ഥിരം പരിപാടിയാണ് രാത്രി ഉറങ്ങാൻ നേരത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ്.